ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫേസ് ഷേപ്പിനനുസരിച്ച് എങ്ങനെ ഹെയർ സ്റ്റൈൽസ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ബിയർഡ് സ്റ്റൈൽസ് ചൂസ് ചെയ്യാമെന്നാണ്. പലപ്പോഴും ഓരോ ഫോട്ടോസ് ആയിട്ട് ബാർബർ ഷോപ്പിലേക്ക് കയറി ചെന്നിട്ട് തിരിച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇറങ്ങി വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ആ ഹെയർ സ്റ്റൈൽ നിങ്ങളുടെ ഫേസിന് സൂട്ട് ആവില്ല എന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുന്നതിലൂടെ നെക്സ്റ്റ് ഹെയർ കട്ടിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏത് തരത്തിലുള്ള ഹെയർ സ്റ്റൈൽസ് ഓർ ബിയർഡ് സ്റ്റൈൽസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ വീഡിയോ അവസാനം വരെ കാണുക. 3 ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഫേസ് ഷേപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് വൺ, റൗണ്ട് ഫേസ് ഷേപ്പ്. റൗണ്ട് ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് സ്ട്രക്ചേർഡ് ആൻഡ് ഷാർപ്പ് ആംഗിൾസിന് പകരം സോഫ്റ്റ് ആൻഡ് റൗണ്ടർ ആംഗിൾസ് ആണുള്ളത്. ഫേസ് ലെങ്ത്തും ചീക്ക് ബോൺ മെഷർമെൻറ്റ്സും സിമിലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫേസ് ലെങ്ത് ഷോർട്ട് ആൻഡ് സ്റ്റംബി ആയിരിക്കും, ഫേസ് വൈഡർ ആയിരിക്കും. സോ ലോങ്ങർ സൈഡ്സ് വരുന്ന ഹെയർ സ്റ്റൈൽസ് അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് ഇത് നിങ്ങളുടെ ഫേസിനെ കൂടുതൽ വൈഡർ ആയിട്ട് കാണിക്കുന്നു. പകരം ഫേസിനെ എലോങ്കേറ്റ് ചെയ്യുന്നത് പോലെ ടോപ്പിലെ ഹെയർ ലോങ് ആൻഡ് ഹൈ വോളിയം തരുന്നതും ഷോർട്ട് ആൻഡ് ടൈറ്റ് സൈഡ്സ് വരുന്നതുമായ ഹെയർ സ്റ്റൈൽസ് ആണ് നോക്കേണ്ടത്. ഇത് ആംഗുലർ ആൻഡ് ലീനർ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. കേർലി ടോപ്സ്, സ്പൈക്കി ഹെയർ സ്റ്റൈൽസ്, പോംപെഡോർ ഇതുപോലെ ടോപ്പിൽ ഹൈറ്റ് തരുന്ന ഹെയർ സ്റ്റൈൽസ് ആണ് നോക്കേണ്ടത്. ടോപ്പിൽ ഹൈറ്റ് ആൻഡ് വോളിയം തരാനായി ബ്ലോ ഡ്രയർ യൂസ് ചെയ്യാവുന്നതാണ്. ലോ വോളിയം വരുന്ന ഹെയർ സ്റ്റൈൽസ് അവോയ്ഡ് ചെയ്യുക, ലൈക്ക് ക്രോപ്സ്, ബസ് കട്ട്സ് എക്സെട്ര. കാരണം ഇത് നിങ്ങളുടെ ഫേസിനെ കൂടുതൽ ഹെവിയർ ആയിട്ടും റൗണ്ടർ ആയിട്ടും കാണിക്കുന്നു. ഇനി ബസ് കട്ട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ ലോസ് പ്രോബ്ലം കാരണം ബസ് കട്ട് പോലെയുള്ള ഹെയർ സ്റ്റൈൽസ് നോക്കുന്നവരാണെങ്കിൽ ഫെയ്ഡഡ് ബസ് കട്ട് ആയിരിക്കണം നോക്കേണ്ടത്. ബിക്കോസ് ഇറ്റ് ഗിവ് യു മോർ ആംഗുലർ ഫേസ്. ഫോർ ബിയർഡ്, ഡാർക്ക് സ്റ്റബിൾ കുറച്ച് ലീനർ ലുക്കിംഗ് ഫേസ് തരുന്നു. ലോങ് ഗോട്ടീസ് ഓർ ചിൻ ഏരിയയിൽ കൂടുതൽ വോളിയം തരുന്ന ബിയർഡ്സും വേണം നോക്കാൻ. ഇത് നിങ്ങളുടെ ഫേസിനെ കുറച്ചുകൂടെ എലോങ്കേറ്റ് ചെയ്ത് കാണിക്കുന്നു. നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് ഫേസിനെ സ്ട്രെച്ച് ചെയ്ത് ലോങ്ങറായി കാണിക്കുക എന്നതാണ്. ഫുൾ ബിയർഡ് അവോയ്ഡ് ചെയ്യുക, കാരണം ഇത് നിങ്ങളുടെ ഫേസിനെ കുറച്ചുകൂടെ റൗണ്ടർ ആൻഡ് വൈഡർ ആയിട്ട് കാണിക്കുന്നു. നെക്സ്റ്റ് വൺ, സ്ക്വയർ. ഇത് വളരെ മാസ്കുലിൻ ആൻഡ് സ്ട്രോങ് ഫേസ് ഷേപ്പ് ആണ്. ബിക്കോസ് യു ഗൈസ് ഹാവ് സ്ട്രോങ് ജോ ലൈൻ ആൻഡ് ഷാർപ്പ് ആംഗിൾസ്. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഷാർപ്പ് ഫേഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ജിസൽഡ് ജോ ലൈൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് പോലെയുള്ള ഹെയർ സ്റ്റൈൽസ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് ഫേഷ്യൽ ഫീച്ചേഴ്സിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതും സോഫ്റ്റ്വെയർ അപ്പിയറൻസ് തരുന്നതുമായ ഹെയർ സ്റ്റൈൽസ് ചൂസ് ചെയ്യാം. ചില സ്ക്വയർ ഫേസ് ഷേപ്പ് ആളുകൾക്ക് ഫേസ് ലെങ്ത് കുറവായിരിക്കും. അതനുസരിച്ച് വേണം ഹെയർ സ്റ്റൈൽസ് നോക്കാൻ. സ്ട്രോങ് ഫേഷ്യൽ ഫീച്ചേഴ്സ് ഷോ ഓഫ് ചെയ്യാൻ സൈഡ് ഷോർട്ടർ ആക്കിക്കൊണ്ട് ഹെയർ സ്റ്റൈൽസ് നോക്കുക, ലൈക്ക് ബസ് കട്ട്, അണ്ടർ കട്ട്, ക്യൂഫ്, പോംപഡോർ, ലോങ്ങർ സൈഡ് പാർട്സ്. ഇനി ഫേസിന്റെ സ്ട്രോങ് ഫീച്ചേഴ്സിനെ കോംപ്ലിമെന്റ് ചെയ്യാനും ഓവറോൾ ഫേസിന് സോഫ്റ്റ് അപ്പിയറൻസ് തരാനും ലൂസർ ആൻഡ് നാച്ചുറൽ ടൗസൽഡ് ഹെയർ സ്റ്റൈൽസ് നോക്കുക, ലൈക്ക് ഫ്ലോവി ഹെയർ സ്റ്റൈൽസ്, സർഫേഴ്സ് കട്ടൻസ് എക്സെട്ര. ബസ് കട്ട് പോലെയുള്ള ഷോർട്ട് ഹെയർ സ്റ്റൈൽസ് ചെയ്യുന്ന സമയത്ത് ഹെയർ ലൈൻ കൂടുതൽ ലൈനപ്പ് ആക്കാതെ നോക്കുക. ബിക്കോസ് ഇത് നിങ്ങളുടെ ഫേസിനെ കൂടുതൽ ബോക്സി ആക്കുന്നു. അതുകൊണ്ട് ഹെയർ ലൈൻ ലൈനപ്പ് ചെയ്യാതിരിക്കുക. ഷോർട്ട് ലെങ്ത് ഫേസ് ആയതുകൊണ്ട് തന്നെ സൈഡിൽ ബൾക്കി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് അവോയ്ഡ് ചെയ്യുക. ഇത് ഫേസിനെ കൂടുതൽ വൈഡർ ആയിട്ട് കാണിക്കുന്നു. മോസ്റ്റ് കേസിലും സ്ക്വയർ ഫേസിലുള്ള ആളുകൾക്ക് ഫേഷ്യൽ ഫീച്ചേഴ്സ് ലോ സെറ്റ് ആയിരിക്കും. അതായത് ചിൻ ഏരിയയെ അപേക്ഷിച്ച് ഫോർഹെഡ് കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആയിരിക്കും. ഈ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൂസ് ആൻഡ് ഫ്ലോവി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആയിരിക്കും നല്ലത്. ഫോർ ദ ബിയർഡ്സ്, ഷോർട്ട് ആൻഡ് ലോ സെറ്റ് ഫേസ് ആയതുകൊണ്ട് തന്നെ ഗോട്ടി പോലെ ചിൻ ഏരിയയിൽ കുറച്ച് വോളിയം തരുന്ന ബിയർഡ്സ് ആണ് കൂടുതൽ നല്ലത്. സ്ട്രോങ് ആംഗിൾസ് ഷോ ഓഫ് ചെയ്യാൻ ലൈറ്റ് സ്റ്റബിൾ, ബിയർഡ് സ്റ്റാഷ്, മൊസ്റ്റാഷ് ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. അതർവൈസ് ഫേസിന് ലെങ്ത് തരുന്നത് പോലെയുള്ള ബിയർഡ് സ്റ്റൈൽസ് ചൂസ് ചെയ്യുക. 3, ഡയമണ്ട്. ഇവിടെ നിങ്ങളുടെ ചീക്ക് ബോൺ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ചീക്ക് ബോൺ ഫോർഹെഡ് ആൻഡ് ചിന്നിനേക്കാൾ വൈഡർ ആയിരിക്കും. ആൾസോ മസ്കുലർ ആൻഡ് റെയർ. സോ ടൈറ്റ് സൈഡ്സ് വരുന്ന ഹെയർ സ്റ്റൈൽസ് ഒഴിവാക്കുക. പകരം ലോങ്ങർ സൈഡ്സ് വരുന്ന ഹെയർ സ്റ്റൈൽസ് നോക്കുന്നതാണ് ഉചിതം. ഇത് വൈഡർ ചീക്ക് ബോണിനെ ഓവറോൾ ഫേസ് ആയിട്ട് ബാലൻസ് ചെയ്യുന്നു. ടോപ്പിൽ ഹൈറ്റ് തരുന്നതും ട്രയാങ്കുലർ ആക്കുന്നത് പോലെയുള്ള ഹെയർ സ്റ്റൈൽസ് ഒക്കെ ഒഴിവാക്കുക. ബാക്കി എങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽസും ഓക്കെയാണ്. ഹെയർ സ്റ്റൈൽസ് ലൈക്ക് സൈഡ് പാർട്ട്, ഫ്രിഞ്ച് ഹെയർ സ്റ്റൈൽസ്, ടേപ്പേർഡ് കട്ട്സ്, ഫ്രഞ്ച് ക്രോപ്സ് ഇതൊക്കെ നാരോ ഫോർഹെഡിനെ ഹൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഫോർ ബിയർഡ്, ഡയമണ്ട് ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് സ്ട്രോങ് ആൻഡ് ചിസൽഡ് ജോലൈൻ ആൻഡ് ചിൻ ആയിരിക്കും കാണാൻ സാധിക്കുക. അതിനെ ഷോ ഓഫ് ചെയ്യുന്നത് പോലെയുള്ള ബിയർഡ് സ്റ്റൈൽസ് നോക്കുക, ലൈക്ക് ലൈറ്റ് സ്റ്റബിൾ, 5 o'clock ഷാഡോ, ക്ലീൻ ഷേവ് എക്സെട്ര. ഫുൾ ബിയർഡ് ഓർ നാരോ ചിന്നാക്കുന്ന ബിയർഡ് സ്റ്റൈൽസ് ഒക്കെ ഒഴിവാക്കുക. 4, റെക്റ്റാങ്കിൾ ഓർ ഓബ്ലോങ്. നിങ്ങളുടെ ഫേസ് ഓൾറെഡി ലോങ്ങർ ആണ്. സോ ഫേസിനെ എലോങ്ങേറ്റ് ചെയ്യുന്നതും ലോങ്ങർ ആക്കുന്നതുമായ ഹെയർ സ്റ്റൈൽസ് ഒഴിവാക്കുക, ലൈക്ക് ലോങ് ടോപ്പ് ആൻഡ് ഷോർട്ട് സൈഡ്സ്. ഇത് നിങ്ങളുടെ ഫേസിന് കുറച്ചുകൂടെ ഹൈറ്റ് തരുന്നു. സോ സൈഡ്സിൽ വോളിയം, ലോങ്, ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് നോക്കുക, ലൈക്ക് സൈഡ് പാർട്ട്, സ്ലിക്ക് ബാക്ക്, മാൻബൺ ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഓഫ് കോഴ്സ് ബസ് കട്ട് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ബസ് കട്ട്, ക്രൂ കട്ട് പോലെയുള്ള ഹെയർ സ്റ്റൈൽസ് ഒക്കെ ടോപ്പിൽ ഒരു റൗണ്ട്നെസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദ മോർ റൗണ്ടർ ദ മോർ നാച്ചുറൽ ലുക്കിംഗ് ഫേസ്. ഇതുപോലെയുള്ള ഹെയർ സ്റ്റൈൽസ് ആംഗിളിനെ സോഫ്റ്റൻ ചെയ്യാൻ സഹായിക്കുന്നു. ഫോർ ബിയർഡ്, ഫുൾ ബിയർഡ് ഫേസിനെ എലോങ്ങേറ്റ് ചെയ്യാതെ ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകുന്നു.
അതുകൊണ്ട് അതുപോലെയുള്ള ബിയർഡ് സ്റ്റൈൽസ് നോക്കുക. അവോയ്ഡ് എനിത്തിങ് ലൈക്ക് ചിൻ സ്ട്രാപ്പ്, ഗോട്ടീസ് എക്സെട്ര. കാരണം ഇവിടെ നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് ഫേസിനെ എലോങ്ങേറ്റ് ചെയ്യാതെ ബാലൻസ്ഡ് ആക്കി വെക്കുക എന്നതാണ്. 5th വൺ, ഹാർട്ട് ഫേസ് ഷേപ്പ് ഉള്ളവർക്ക് മോസ്റ്റ് കേസിലും വൈഡർ ഫോർഹെഡ് ആണുള്ളത്. സോ ഹൈ വോളിയം തരുന്നതും ഫോർഹെഡ് ഒരുപാട് എക്സ്പോസ് ചെയ്യുന്നതുമായ ഹെയർ സ്റ്റൈൽസ് ഒഴിവാക്കുക. എക്സാമ്പിൾ പുഷ് ബാക്ക്, സ്ലിക്ക് ബാക്ക് എക്സെട്ര. വൈഡർ ഫോർഹെഡിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതും നാരോ ചിന്നിനെ ബാലൻസ് ചെയ്യുന്നതുമായ ഹെയർ സ്റ്റൈൽസ് നോക്കുക. ലൈക്ക് ലൂസ് ആൻഡ് നാച്ചുറൽ ഹെയർ സ്റ്റൈൽസ് വിത്ത് ലോങ് സൈഡ്സ്, മാൻ ബൺ, ലോങ്ങർ സൈഡ് പാർട്സ്, ഫ്രിഞ്ച് ഹെയർ സ്റ്റൈൽസ്, കർട്ടൈൻസ്, ഇതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഫോർ ബിയേർഡ്സ്, നാരോ ചിന്നിനെ എംഫസൈസ് ചെയ്യുന്നത് പോലെയുള്ള ബിയേർഡ് സ്റ്റൈൽസ് ഒക്കെ ഒഴിവാക്കുക. എക്സാമ്പിൾ സ്റ്റബിൾ. 6th വൺ, ട്രയാങ്കിൾ. ഇവിടെ നിങ്ങളുടെ ജോ ലൈനാണ് വൈഡർ ഏരിയ. സോ ലോ വോളിയം വരുന്ന ഹെയർ സ്റ്റൈൽസ് നോക്കാതെ ഇരിക്കുക. എക്സാമ്പിൾ ബസ് കട്ട്, ക്രോപ്സ് എക്സെട്ര. ഇത് നിങ്ങളുടെ ഫേസിന്റെ പ്രൊപ്പോർഷൻ വളരെ ഇംബാലൻസ് ആക്കി കാണിക്കുന്നു. ഫുള്ളർ സൈഡ്സ് വരുന്ന ഹെയർ സ്റ്റൈൽസ് ഫേസിനെ കൂടുതൽ സിമെട്രിക്കൽ ആക്കി കാണിക്കുന്നു. എക്സാമ്പിൾ സ്ലിക്ക് ബാക്ക്, ക്യൂഫ്, ഷോൾഡർ ലെങ്ത് ഹെയർസ്. ഫോർ ബിയേർഡ്, അപ്പർ ഹാഫിന് ഫുൾനെസ് തരുന്നത് പോലെയുള്ള ബിയേർഡ് സ്റ്റൈൽസ് നോക്കുക. ഫുൾ ബിയേർഡ് അവോയ്ഡ് ചെയ്യുക, ബിക്കോസ് ഇത് നിങ്ങളുടെ ഫേസിനെ കുറച്ചുകൂടെ ട്രയാങ്കുലർ ആക്കി കാണിക്കുന്നു. ലൈറ്റ് സ്റ്റെബിൾ, ക്ലീൻ ഷേവ് പോലെയുള്ളതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഇതൊക്കെ ആംഗുലർ ആയിട്ടുള്ള ജോയെ ഷോ ഓഫ് ചെയ്ത് കാണിക്കുന്നു. ഫൈനൽ വൺ, ഓവൽ. നിങ്ങൾക്ക് ഓവൽ ഫേസ് ഷേപ്പ് ആണെങ്കിൽ നിങ്ങൾ വളരെ ലക്കിയാണ്. കാരണം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഹെയർ സ്റ്റൈൽസും ബിയേർഡ് സ്റ്റൈൽസും സൂറ്റബിൾ ആയിരിക്കും. എന്തെന്നാൽ നിങ്ങളുടെ ഫേസ് ഓവറോൾ ബാലൻസ്ഡ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ബട്ട് ഫേസിലേക്ക് വീണ് കിടക്കുന്ന ഹെയർ സ്റ്റൈൽ ഒഴിവാക്കുക. ഇത് നിങ്ങളുടെ ജോ വളരെ സോഫ്റ്റ് ആയിട്ട് കാണിക്കുന്നു. ബ്രഷപ്പ് പോലെയുള്ള ഹെയർ സ്റ്റൈലിലൂടെ ആംഗിളിൻ്റെ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഫോർ ബിയേർഡ്, മൊസ്റ്റാഷ് മാത്രമുള്ള സ്റ്റൈൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇത് നിങ്ങളുടെ ജോ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നു. ആൻഡ് ഇത് നിങ്ങൾക്കൊരു ലീനർ ആംഗുലാർ ലുക്കിംഗ് ഫേസ് തരുന്നു. ഗോട്ടി സ്റ്റൈൽസ്, സ്റ്റബിൾ ബിയേർഡ് വിൽ ബി ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾ അടുത്ത തവണ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ച് നോക്കുക. ഫേസ് ഷേപ്പ് കണ്ടുപിടിക്കാൻ, അതും 3 ടെക്നിക്ക് ഉപയോഗിച്ച് ഫേസ് ഷേപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും ഇനി നിങ്ങൾക്ക് എന്തിനെ പറ്റിയാണ് അറിയേണ്ടത് എന്ന കാര്യവും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ ഹെൽത്തി.